ഒരു യോഗ്യതയില്ലാത്ത അടിയനെ കർത്താവ് സ്നേഹിച്ച് ഈ സ്ഥാനത്ത് കർത്താവ് കൊണ്ടുവന്ന് ആദ്യത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. ലോകസ്ഥാപനത്തിന് മുൻപേ കർത്താവ് ഈ സമയം നിർണയിച്ചിരുന്നതിന് ആദ്യത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. ഒരു പെന്തക്കോസ്ത് കുടുംബത്തിൽ വളർത്തപ്പെടുവാൻ സ്വർഗ്ഗത്തിലെ വഴിയെ സഹായിച്ചവൻ കൃപയ്ക്ക് ആദ്യത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു. ചെറുപ്പം മുതലേ സൺഡേ സ്കൂൾ പഠിക്കുവാനും ദൈവവചനങ്ങളെല്ലാം കേട്ട് പ്രമാണിക്കുവാനെല്ലാം കർത്താവ് അടിയൻ കൃപ ചെയ്യുന്നതിന് ആദ്യത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു. അടിയൻ ചെറുപ്പത്തിലെ ഒരു കാൽവറി ക്രൂശിനെ പറ്റി ഒരു പ്രസംഗം കേൾക്കുവാനിടയായി. അങ്ങനെ ആ പ്രസംഗം കേട്ടതിനെ തുടർന്ന് യേശുക്രിസ്തു എനിക്ക് വേണ്ടി പാടുകൾ സഹിച്ചതിനെല്ലാം ഓർത്ത് ഞാനങ്ങനെ ഇങ്ങനെ കണ്ണുനീർ ഒഴുക്കിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് ആ പ്രസംഗത്തിനോട് ദൈവം എനിക്ക് വേണ്ടി മരിച്ചു, ഇത്രയും കഷ്ടപ്പാടുകൾ എനിക്ക് വേണ്ടി സഹിച്ചു, ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്ന് ഞാൻ എൻ്റെ ചെറുപ്രായത്തിൽ തീരുമാനിക്കാനിടയായി. അതിനുശേഷം ഞാനിങ്ങനെ ഒരു യൂത്ത് മീറ്റിങ്ങിൽ പങ്കെടുക്കാനിടയായി. അങ്ങനെ ആ യൂത്ത് മീറ്റിങ്ങിൽ അവിടെ ഒരു ഗാനം ആരംഭിച്ചു. നിന്റെ പ്രാകാരങ്ങളിൽ കഴിക്കുന്ന ഒരു ദിവസം 1000 ദിവസത്തേക്കാൾ ഉത്തമമല്ല. സങ്കീർത്തനം 84:10. അങ്ങനെ ആ ഒരു വചനം എന്നെ ഹൃദയത്തിൽ സ്പർശിക്കാനിടയായി. ദൈവത്തിന് വേണ്ടി ഒരു ദിവസമെങ്കിലും കഷ്ടം അനുഭവിക്കണം, ദൈവത്തിൻ്റെ ഭവനത്തിൽ ജീവിക്കണം എന്നൊരു ആഗ്രഹമുണ്ടായി. അങ്ങനെ അതിനെ തുടർന്ന് അവിടെ അപ്പച്ചനിങ്ങനെ ദൈവത്തിൻ്റെ മാനപാത്രമായി തീരുവാൻ ആഗ്രഹിക്കുന്നവർ ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് സമർപ്പിക്കുവാൻ പറയാനിടയായി. അങ്ങനെ ഞാൻ എന്നെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു എഴുന്നേറ്റ് സാക്ഷീകരിക്കുവാനിടയായി. അങ്ങനെ എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് ദൈവത്തെ ശുശ്രൂഷിക്കണം, ദൈവത്തിന് വേണ്ടി ദൈവസന്നിധിയിലായിരിക്കണം എന്നൊക്കെ എനിക്ക് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഈ മീറ്റിങ്ങുകളിലും ഒക്കെ പങ്കെടുക്കാനിടയായി. അഭിഷേകം പ്രാപ്താനും സ്നാനം എടുക്കുവാനും അതേപോലെ കർത്താവിന് വേണ്ടി ജീവിക്കാനൊക്കെ ഞാനിങ്ങനെ തീരുമാനിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ സ്കൂൾ ജീവിതത്തിലായിരുന്നപ്പോൾ എനിക്ക് 10th ഞാനിങ്ങനെ എനിക്ക് അതിന് മുൻപ് എനിക്ക് പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു. ഞാനൊരു ബിലോ ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. പക്ഷേ എനിക്ക് അഭിഷേകം പ്രാപിച്ചതിന് ശേഷം അതേപോലെ തന്നെ ഞാനിങ്ങനെ എനിക്ക് ബുദ്ധി തരണമെന്ന് പറഞ്ഞ് ഞാൻ സ്തോത്രം ചെയ്യാനിടയായി. മുട്ടുമേൽ നിന്നും അതേപോലെ സ്തോത്രം ബുക്കിൽ എഴുതിയൊക്കെ അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദൈവം അടിന് 10th അത്ഭുതകരമായ ഒരു വിടുതൽ തന്നു, ഒരു നല്ലൊരു ജയത്തെ കർത്താവ് തന്നു. ഞാൻ ആഗ്രഹിക്കുന്നതിനപ്പുറമായി ദൈവം അടിനെ ഒന്ന് മാനിക്കുവാനിടയായി. അങ്ങനെയാണ് എനിക്ക് ദൈവം എന്നോട് കൂടെ ഉണ്ടെന്ന് എനിക്ക് ആദ്യമായിട്ട് മനസ്സിലാവാനിടയായത്. അതിനുശേഷം ഇങ്ങനെ ഞാനിങ്ങനെ എൻ്റെ 11th 12th എൻട്രൻസ് കോച്ചിങ്ങിനും അങ്ങനെയായിട്ട് ഞാനിങ്ങനെ പഠിക്കുമായിരുന്നു. അപ്പോൾ അവിടെ ആയിരുന്നപ്പോൾ ഞാനിങ്ങനെ ഹോസ്റ്റലിൽ എൻ്റെ പിള്ളേരോടൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് സുവിശേഷമൊക്കെ പറയാനിടയായി. അങ്ങനെ എൻ്റെ കൂടെ കുറച്ച് പിള്ളേരെല്ലാം എൻ്റെ കൂടെ പ്രാർത്ഥിക്കാനൊക്കെ വന്നു. അങ്ങനെ ഞങ്ങൾ ഒരു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതൊരു കാത്തലിക് സ്കൂളാണ്. അപ്പോൾ രാവിലെ എല്ലാവരും ഹോളി മാസിന് പോകുന്ന സമയത്ത് ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ അന്ന് ഒരു ദിവസം അങ്ങനെ ഞാനങ്ങനെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച സൗണ്ട് കേട്ടുകൊണ്ട് ആ ഹോസ്റ്റലിലെ വാർഡൻ എന്നോട് പറയാറുണ്ട്, ഇനി നീ ഹോസ്റ്റലിൽ താമസിക്കണ്ട, പുറത്തു പോയിക്കോളാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പുറത്തു പോയപ്പോൾ ആ ഹോസ്റ്റലിലെ വാർഡൻ ഇങ്ങനെ ആക്ഷേപിക്കുന്ന രീതിയിൽ, ദൈവത്തെ നിന്നെയാക്കുന്ന രീതിയിൽ, നീ ഒരു പെന്തക്കോസ്ത് ആയതുകൊണ്ട് നിനക്ക് അഡ്മിഷൻ കിട്ടില്ല, പക്ഷെ ബാക്കിയെല്ലാവരും ഇവിടെ കാത്തലിക് സ്റ്റുഡൻസ് കുറേ പേര് പഠിക്കുന്നുണ്ട്, അവർക്കൊക്കെ അഡ്മിഷൻ കിട്ടും, നിനക്ക് കിട്ടില്ല എന്ന് നിന്നിച്ച് പറയാനിടയായി. അപ്പോൾ ഞാൻ ഭയങ്കര വിഷമിച്ചു പോയി. പക്ഷെ വലിയവനായ ദൈവം കർത്താവ് അടിയിൽ വലിയ ചെയ്തു എന്ന് പറയാൻ കർത്താവ് സഹായിച്ചു. ആ ഹോസ്റ്റലിൽ പഠിച്ച ആർക്കും വന്ന് ഒരു അഡ്മിഷൻ കിട്ടാത്ത സ്ഥാനത്ത് കർത്താവ് അടിയിൽ വലിയ വേണ്ടി ചെയ്തു. ദൈവത്തിന് നാമമാത്രത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതിനുശേഷം എനിക്ക് കോളേജിലേക്ക് പോകാനിടയായി. അങ്ങനെ അവിടെ കോളേജ് ലൈഫിൽ ആദ്യമൊക്കെ ദൈവത്തിന് വേണ്ടി ഇങ്ങനെ ജീവിക്കാനൊക്കെ ഇടയായി. പക്ഷേ കുറച്ച് കഴിഞ്ഞ് എൻ്റെ ഉള്ളിലേക്ക് കയറാനിടയായി. ഞാൻ ലോകത്തേക്ക് സ്നേഹിക്കാനിടയായി. അതേപോലെ ദൈവത്തെ കളപരി ലോകത്തിലുള്ളതിനെല്ലാം ലോകമോഹങ്ങളുടെ പിന്നാലെ ഞാൻ പോടുവാൻ തുടങ്ങി. പക്ഷേ ഞാൻ ഇങ്ങനെ ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ ദൈവം വഴിയുടെ ജീവിതത്തിൽ ഓരോരോ ചെറിയ ആപത്തുകൾ, അനർത്ഥങ്ങൾ, അങ്ങനെ ദൈവം ഓരോന്ന് വരുത്തി എന്നെ വീണ്ടും ദൈവസ്നേഹത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനിടയായി. അങ്ങനെ അവിടെ ആയിരുന്ന സമയത്തെല്ലാം പല ആപത്തുകൾ, അനർത്ഥങ്ങൾ വന്നപ്പോഴും ഓരോ ദിവസവും കൂടി പോകാതിരുന്നത് ദൈവത്തിൻ്റെ കരുണയായിരുന്നു. ദൈവം താങ്ങി നടത്തിയ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു.
ഉപരിപഠനം ചെയ്യണം, ലോകത്തിലൊരു വലിയ ഇതായി തീരണമെന്നൊക്കെയാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത്. അങ്ങനെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് എക്സാം ഈ മാർച്ചിലായിരുന്നു. പക്ഷെ ആ മാർച്ചിലെ എക്സാം ഇങ്ങനെ ഞാനിങ്ങനെ ദൈവത്തെ വിട്ട് ഇങ്ങനെ മൊത്തം പഠിത്തത്തിലേക്ക് ഫുള്ള് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഇടയ്ക്ക് ഇങ്ങനെ ഈ UPG ഇങ്ങനെ പോയപ്പോൾ ഒക്കെ നീ എനിക്ക് വേണ്ടി രക്തസാക്ഷിയായിട്ട് തീരണമെന്നും അങ്ങനെ പല പ്രവചനങ്ങളിലൂടെയും ദൈവശബ്ദങ്ങളിലൂടെയൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എന്നെ ഒന്നും സമർപ്പിക്കാതെ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അപ്പോൾ അങ്ങനെ എൻ്റെ എക്സാം മാർച്ചിലായതുകൊണ്ട് ഞാനിങ്ങനെ ശ്രദ്ധിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരിക്കലും അങ്ങനെ മാറ്റി വെക്കാത്ത എക്സാം എനിക്ക് വേണ്ടിയാണെന്ന് തോന്നുന്നു മാർച്ചിലുള്ള എക്സാം ജൂലൈയിലോട്ട് മാറ്റി വെച്ചു. അപ്പോൾ എൻ്റെ ഉള്ളിൽ വലിയ ചോദിച്ചിട്ടായിട്ട് മാറി, എന്തുകൊണ്ടത് ഇപ്പോൾ ഇങ്ങനെ എക്സാം മാറ്റി വെച്ചത്. അപ്പോൾ അങ്ങനെ അപ്പോൾ തൊട്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് സ്വസ്ഥത നഷ്ടപ്പെടുവാനിടയായി. ഞാനൊരു ശരിക്കും ഒരു വല്ലാത്ത അവസ്ഥയിലായിരുന്നു. അങ്ങനെ ഞാനിങ്ങനെ എന്നെ തന്നെ എനിക്ക് ശോധന ചെയ്യാനൊക്കെ ഇടയായി. അങ്ങനെ കഴിഞ്ഞ വർഷം 2023 ലാസ്റ്റ് ആയിരുന്നപ്പോൾ ഞാൻ ഇങ്ങനെ എൻ്റെ ആലയത്തിൻ്റെ പണി ഇങ്ങനെ മുടങ്ങി കിടക്കുന്നതായിട്ടൊക്കെ ദൈവമണിയോട് സംസാരിക്കാനിടയായി. ഇടിഞ്ഞിടക്കുന്ന അവസ്ഥയാണെന്നും അതിൽ നിന്ന് ഒരു പുതിയതായിട്ട് പണിയണമെന്നൊക്കെ ദൈവമനോട് ഇടപെട്ടു. അതിനുശേഷം ഈ 2024 ആദ്യം കർത്താവണിയോട് 45:5 നീ എന്നെ അറിയാതിരിക്കെ ഞാൻ നിന്നെ പേർച്ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എന്നെ അറിയാതിരിക്കെ ഞാൻ നിന്റെ അര മുറുക്കിയിരിക്കുന്നു എന്നൊക്കെ വചനത്തിലൂടെ കർത്താവ് സംസാരിച്ചു. എന്നാലും ഞാനിങ്ങനെ അതൊക്കെ ചുമ്മാ വെറുതെ കിട്ടിയ വചനമാണെന്ന് വിചാരിച്ച് ഞാനിങ്ങനെ മറത്തിങ്ങനെ ജീവിക്കുമായിരുന്നു. അതിനുശേഷം ഞാനിങ്ങനെ വീണ്ടും ഞാനിങ്ങനെ ഇരുന്നപ്പോൾ ഹഗായി 2:23 ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നൊരു വചനം ദൈവം തിരുവനടിയായി. അതിനുശേഷം ഞാനിങ്ങനെ കാണപ്പെട്ടു. ദൈവമേ, ഇങ്ങനെ ഞാൻ ദൈവത്തിന് വേണ്ടി ഒരു കുടുംബജീവിതം നയിച്ച് ദൈവത്തിന് വേണ്ടി വേല ചെയ്യാം എന്നാണ് ഞാനിങ്ങനെ ആഗ്രഹിച്ചിരുന്നത്. ദൈവം എന്നെ എവിടെ അയച്ചാലും ഞാൻ കുടുംബമായിട്ട് ദൈവത്തിന് വേണ്ടി വേല ചെയ്യും എന്ന് ഞാൻ ആഗ്രഹിച്ചാൽ അതിന് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ദൈവമണിയോട് ഇങ്ങനെ സംസാരിക്കാനിടയായി. ലൂക്കോസ് 4:26 എൻ്റെ അടുക്കൽ വരികയും എൻ്റെ അപ്പനെയും അമ്മയും സഹോദരനെയും സഹോദരിയും ഭാര്യയും മക്കളെയും സ്വന്തം ജീവനെ കൂടെ പറിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല എന്ന വചനം ദൈവമനോട് ഇടപെട്ടു. അപ്പം ഞാനിങ്ങനെ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, എനിക്കിങ്ങനെ ഒരിക്കലും എൻ്റെ മാതാപിതാക്കളെയും സഹോദരനെയും എനിക്ക് വേണ്ടപ്പെട്ടവരൊന്നും എനിക്ക് വിട്ടങ്ങനെ ദൈവത്തിന് പിൻവച്ചാൻ പറ്റില്ല എന്നിങ്ങനെ പറഞ്ഞ് ഞാനിങ്ങനെ ദിവസത്തിൽ കരയാനിടയായി. പക്ഷെ ദൈവമനോട് വീണ്ടും സംസാരിച്ചു, തൻ്റെ ക്രൂശിതത്തിനെ അനുഗമിക്കണം, അങ്ങനെ എൻ്റെ ശുശ്രൂഷക്കാരനായിരിക്കണം. അങ്ങനെ ദൈവം പല വചനത്തിലൂടെ എനിക്ക് ദൈവം സംസാരിച്ചു. അങ്ങനെ ഞാൻ അറിയുന്ന സമയത്ത് ദൈവമേ, ഈ വേല ചെയ്യാൻ അതിനൊരു യോഗ്യതയില്ല, ഞാൻ ഭയങ്കര കുറവുള്ളവരാണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ വെളിപ്പാട് 3:5 അവർ യോഗ്യന്മാരാകിയ വെള്ളമെടുപ്പതിരിക്കും വിജയിക്കുന്നവരെ ഞാൻ എന്നോട് കൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ നൽകും എന്ന് ദൈവം ഞാൻ എൻ്റെ ജീവപുസ്തകത്തിൽ പേരിൽ മായ്ച്ചു കളയാതെ നിത്യതയിൽ നടത്തും. അങ്ങനെ ആ വചനത്തിലൂടെയുള്ള കർത്താവ് സംസാരിക്കാനിടയായി. അപ്പോൾ ഈ വെള്ളമെടുപ്പതിരിക്കണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും പേടിയായി. ദൈവമേ, ഈ വിശുദ്ധവസ്ഥ എനിക്ക് അറിയാൻ ഒരു യോഗ്യതയില്ല, എൻ്റെ ജീവിതത്തിൽ ഫുൾ കുറവുകൾ മാത്രമേ ഉള്ളൂ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ ദൈവം എനിക്ക് എന്തൊക്കെ ഞാനിങ്ങനെ ലോകത്തിൽ എന്തൊക്കെ സ്നേഹിച്ചുകൊണ്ടിരുന്നോ അതിനെല്ലാം ദൈവം ഇങ്ങനെ എന്നെ വിറപ്പിക്കാനിടയായി. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ, ലോകത്തിലെ മോഹങ്ങൾ, വലിയ വലിയ കാര്യങ്ങളൊക്കെ അതെല്ലാം ചപ്പന്നും ചോറുന്നൊക്കെ ദൈവനോട് സംസാരിച്ചു. എല്ലാം ചേരുമാണ് എന്നെണ്ണണം, പ്രസ്തുത സകലം ചേരുമെന്ന് എണ്ണണം. അങ്ങനെ ദൈവം എന്നോട് സംസാരിക്കാനിടയായി. എല്ലാത്തിനെയും ഇങ്ങനെ ഓരോ ദിവസവും വെറുക്കുവാനൊക്കെ കർത്താവ് എനിക്ക് കൃപ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ ഇതൊക്കെ സംസാരിച്ചെങ്കിലും ഞാൻ എന്തെങ്കിലും സമർപ്പിക്കാതെ ഇങ്ങനെ ആയിരിക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ തൃശ്ശൂർ കൺവെൻഷനിൽ പോകാനിടയായി. അപ്പൊ ഞാൻ ഫ്രൈഡേ എനിക്ക് രാവിലെ തന്നെ മോർണിംഗ് പ്രയറിൽ കർത്താവിനോട് പ്രവചനത്തിലൂടെ സംസാരിക്കാനിടയായി. എന്നെ തന്നെ സമർപ്പിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഞാൻ പക്ഷെ എങ്കിലും ദൈവത്തിൻ്റെ മഹത്വം ഞാനിങ്ങനെ ജീവിക്കുകയായിരുന്നു. അതിനുശേഷം വീണ്ടും സാറ്റർഡേ നൈറ്റ് വീണ്ടും കർത്താവിനോട് പ്രവചനത്തിലൂടെ ഇടപെടാനിടയായി. അങ്ങനെ എനിക്ക് വീണ്ടും ഞാനിങ്ങനെ
അങ്ങനെ അവിടെ കൺവെൻഷന് പോയി ഫോൺ മേടിക്കാൻ ഒരു ഇതും ഇല്ലാതിരിക്കുമായിരുന്നു. പക്ഷേങ്കിലും ദൈവം രാത്രികാലത്ത് സംസാരിച്ചു, ദൈവമായിട്ട് ബന്ധം തന്നു. അങ്ങനെ ദിവസം രാവിലെ ഫോൺ മേടിക്കാനൊക്കെ സാധിച്ചു. അങ്ങനെ ഫോൺ മേടിച്ചിട്ട് അത് ഫില്ല് ചെയ്യാനൊന്നും അതിനൊരു യോഗ്യത ഇല്ലാതെ ഞാനിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ദൈവം എന്നോട് വചനത്തിലൂടെ കർത്താവ് സംസാരിച്ചു, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ധൈര്യമായിരിക്കും എന്നൊക്കെ ദൈവമാടിനെ ബലപ്പെടുത്തി, ദൈവത്തിൽ ശക്തിപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞ് ദൈവമാടിനോട് സംസാരിച്ചു. അതിനുശേഷം അങ്ങനെ ഫോമെല്ലാം കൊടുത്തു. അതിന് ഇൻ്റർവ്യൂവിലും ഞാനന്ന് പിറ്റേ ദിവസം ഇൻ്റർവ്യൂവിന് പോയി. അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ ദൈവമേ എന്നെ ശ്രമിച്ച ദൈവം നീ എന്നെ തിരഞ്ഞെടുക്കുമോ, അതോ